പാലക്കാടേക്ക് പോയാൽ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മക്കൾക്ക് ജോലി ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇരുവരുടെയും മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. പിന്നാലെയാണ് അഖിലയ്ക്കും അതുലിക്കും ജോലി ഉറപ്പാക്കുമെന്ന് മന്ത്രി കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. മന്ത്രി ജോലി കുട്ടികൾക്ക് രണ്ടുപേർക്കും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ നിന്ന് എന്താ ഉത്തരവ് കിട്ടുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കോടതിയിൽ കുട്ടികൾക്ക് രണ്ടുപേർക്ക് സർക്കാർ ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങള് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പേപ്പർ നമ്മൾ സാറിന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്ബാൽ ഇറക്കിലാണ് ചെയ്യുന്നത്. ഇക്ബാൽ, എത്രയും വേഗം അവർക്ക് ജോലി ഉറപ്പാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് മന്ത്രി അറിയിക്കുന്നത് ഇപ്പോൾ? വിനീത, 2025 ജനുവരിയിലാണ് ഈ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. ആ സമയം മുതൽ തന്നെ അന്ന് ഭരിച്ചിരുന്ന സർക്കാർ ഉൾപ്പെടെ അറിയിച്ചതാണ് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ അഖില, അതുല, ഈ രണ്ടുപേർക്കും സംരക്ഷണം ഉറപ്പാക്കും, ജോലി ഉറപ്പാക്കും എന്നുള്ള കാര്യം. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് സർക്കാരുകൾ കടന്നിരുന്നില്ല. ഇന്ന് ഈ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ ഈ കുടുംബം ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയിക്കുകയായിരുന്നു. നേരത്തെ ഇരട്ടക്കൊലപാതകം വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് കോടതി തന്നെ പറഞ്ഞതാണ് ഈ കുട്ടികൾക്ക് ജോലി സർക്കാർ ഉറപ്പാക്കണം എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം കുടുംബം മന്ത്രിയെ അറിയിക്കുന്നു. പിന്നാലെ തന്നെ മന്ത്രിയുടെ ഒരു ഉറപ്പ് ഈ കുട്ടികൾക്ക് ലഭിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് അഖിലയ്ക്കും അതുലിലേക്കും ജോലി നൽകാനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുമെന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയിൽ നിന്നും കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ LDF സർക്കാർ ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് ഒരു നഷ്ടപരിഹാര തുക നൽകുന്നതിനപ്പുറം അവർക്ക് മറ്റു രീതിയിലുള്ള സംരക്ഷണങ്ങൾ നൽകിയില്ല എന്ന് പറഞ്ഞ കുടുംബം തന്നെ രംഗത്ത് വന്നിരുന്നു. അവരുടെ ബന്ധുക്കളെല്ലാം എത്രയും പെട്ടെന്ന് ഈ കുട്ടികൾക്ക് ജോലി ഉറപ്പാക്കണം സർക്കാർ എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോഴിതാ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ ആവശ്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്ന ഒരു കാര്യമാണ് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉടൻ തന്നെ സർക്കാർ നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.